അധികാരമേറ്റ് ആദ്യ മണിക്കൂറിൽ തന്നെ ജോ ബൈഡൻ ഭരണകൂടത്തിന്റെ നയങ്ങൾ മാറ്റിയെഴുതിയിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കുടിയേറ്റം, കാലാവസ്ഥാ വ്യതിയാനം, മാപ്പ് നൽകൽ തുടങ്ങി നിരവധി നയങ്ങളിലാണ് എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ വഴി ട്രംപ് സുപ്രധാനമായ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. US പ്രസിഡന്റിന്റെ പ്രത്യേക അധികാരം വിനിയോഗിച്ചാണ് എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ നടപ്പിലാക്കുന്നത്. എന്നാൽ തുടർന്നുള്ള പ്രസിഡന്റുമാർക്കോ കോടതികൾക്കോ അവ റദ്ദാക്കാൻ കഴിയുന്നതുമാണ്. ആദ്യ ദിവസത്തെ അദ്ദേഹത്തിന്റെ പ്രധാന ഉത്തരവുകൾ എന്നത് തെക്കൻ അതിർത്തിയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള തീരുമാനമായിരുന്നു. ഇതായിരുന്നു ആദ്യം പുറത്തു വന്നത്. വിശദാംശങ്ങൾ വ്യക്തമല്ലെങ്കിലും US അഭയാർത്ഥി പുനരധിവാസ പരിപാടി 4 മാസത്തേക്ക് താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള ഉത്തരവിലും ട്രംപ് ഒപ്പുവെക്കുകയുണ്ടായി. അനധികൃത രാജ്യത്ത് താമസിക്കുന്ന കുടിയേറ്റക്കാരുടെ US-ൽ ജനിച്ച കുട്ടികൾക്ക് പൗരത്വം നൽകുന്ന വ്യവസ്ഥയും ട്രംപ് റദ്ദാക്കിയിട്ടുണ്ട്. നിയമവിരുദ്ധമായോ താൽക്കാലിക വിസകളിലോ US-ലുള്ള കുടിയേറ്റക്കാരുടെ മക്കൾക്ക് പൗരത്വത്തിനുള്ള അവകാശം ഈ നടപടിയെ തുടർന്ന് നഷ്ടമായി. ട്രംപിന്റെ നടപടി ഉടൻ തന്നെ ഫെഡറൽ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ്. മയക്കുമരുന്ന്, മനുഷ്യക്കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ എന്നിവ ചൂണ്ടിക്കാട്ടി അതിർത്തികൾ അടയ്ക്കാൻ ട്രംപ് സൈന്യത്തിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മയക്കുമരുന്ന് സംഘങ്ങളെയും രാജ്യാന്തര കുറ്റവാളി സംഘങ്ങളെയും വിദേശ തീവ്രവാദ സംഘടനകളായി പ്രഖ്യാപിക്കുന്ന നിർദ്ദേശത്തിൽ പ്രസിഡന്റ് ഒപ്പുവെക്കുകയും ചെയ്തു. ക്യൂബ, ഹെയ്ത്തി, നിക്കാരാഗ്വ, വെനസ്വേല എന്നിവിടങ്ങളിൽ നിന്നുള്ള 30,000 കുടിയേറ്റക്കാരെ US-ൽ പ്രവേശനം അനുവദിച്ച നയം ട്രംപ് റദ്ദാക്കിയിട്ടുണ്ട്. CHNB എന്നറിയപ്പെടുന്ന ഈ നയം അനധികൃത അതിർത്തി കടക്കൽ കുറയ്ക്കുന്നതിനാണ് പ്രധാനമായും രൂപകൽപ്പന ചെയ്തതെന്ന് ബൈഡൻ ഭരണകൂടം അവകാശപ്പെട്ടു. അഭയാർത്ഥി കുറ്റവാളികൾക്ക് വധശിക്ഷ പുനഃസ്ഥാപിക്കുന്നതാണ്. മെക്സിക്കോ ഉൾക്കടലിന്റെ ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് മാറ്റാൻ ആഭ്യന്തര സെക്രട്ടറിക്ക് ട്രംപ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അലസ്കയിലെ ഡെനാലി കൊടുമുടിയുടെ പേര് മക്കിൻലി എന്നാക്കിയിട്ടുമുണ്ട്. മുൻ പ്രസിഡന്റ് ബരാക് ഒബാമയാണ് കൊടുമുടിയുടെ പേര് പ്രധാനമായി മാറ്റിയത്. വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് മക്കിൻലി എന്നത്. ജോ ബൈഡൻ ഭരണകൂടം പ്രഖ്യാപിച്ച വിദേശ സഹായങ്ങൾ താൽക്കാലികമായി ട്രംപ് നിർത്തിവെക്കുകയും ചെയ്തു. അമേരിക്ക ഫസ്റ്റ് വിദേശ നയത്തിന്റെ ഭാഗമാണിതെന്ന് നൽകുന്ന പ്രധാന വിശദീകരണം. ഭീകരതയെ സ്പോൺസർ ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് ക്യൂബയെ ഒഴിവാക്കാനുള്ള ബൈഡന്റെ തീരുമാനം റദ്ദാക്കുന്നതാണ്. ബൈഡൻ കാലഘട്ടത്തിലെ 80ഓളം നിയന്ത്രണങ്ങളാണ് പ്രധാനമായും റദ്ദാക്കിയത്. ചൈനീസ് ഉടമസ്ഥതയിലുള്ള ടിക്ടോക്കിനെ നിരോധിക്കുന്ന നിയമം 75 ദിവസത്തേക്ക് തടഞ്ഞിരിക്കുകയുമാണ് ട്രംപ്. തുടർന്ന് US-ലെ സേവനങ്ങൾ ടിക്ടോക്ക് പുനരാരംഭിക്കുകയും ചെയ്തു. US പങ്കാളിയെ കണ്ടെത്താൻ ടിക്ടോക്കിന്റെ മാതൃ കമ്പനി കൂടുതൽ സമയം നൽകുമെന്നും ട്രംപ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഒപ്പിട്ട നിർദ്ദേശത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നിലവിൽ വ്യക്തമല്ല. സർക്കാർ ചെലവ് കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള പുതിയ ഉപദേശക സമിതിയായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി രൂപീകരിക്കാനുള്ള നിർദ്ദേശത്തിൽ ട്രംപ് ഒപ്പുവെക്കുകയും ചെയ്തു. ഇതിന് എലോൺ മസ്ക് നേതൃത്വം നൽകുമെന്ന പ്രതീക്ഷയാണ് നിലനിൽക്കുന്നത്. മസ്കിന് പുതിയ ഏജൻസിക്കായി 20ഓളം ജീവനക്കാരുള്ള ഓഫീസ് ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. മാത്രമല്ല US സൈന്യത്തിലും മറ്റ് പ്രധാന വിഭാഗങ്ങളിലും ഒഴികെ പുതിയ ഫെഡറൽ നിയമങ്ങൾ നിർത്തിവെക്കുന്ന നടപടിയിൽ ട്രംപ് ഒപ്പുവെക്കുകയുണ്ടായി. ഫെഡറൽ തൊഴിലാളികൾ ഓഫീസിൽ ജോലി ചെയ്യണമെന്നും വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ അനുവദിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തു. അഭിപ്രായ സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കാനും സർക്കാർ സെൻസർഷിപ്പ് തടയാനും ഉത്തരവിടുന്ന നിർദ്ദേശത്തിലും ട്രംപ് ഒപ്പുവെക്കുകയുണ്ടായി. മുൻ ഭരണകാലത്ത് നീതിന്യായ വകുപ്പ്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ, ഫെഡറൽ ട്രേഡ് കമ്മീഷൻ തുടങ്ങിയ ഏജൻസികളിൽ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ അന്വേഷിക്കാൻ അറ്റോർണി ജനറലിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മറ്റൊരു നടപടി ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് US പിന്മാറി എന്നതാണ്. 2ാം പ്രാവശ്യമാണ് ലോകാരോഗ്യ സംഘടനയിൽ നിന്നുള്ള അമേരിക്കയുടെ പിന്മാറ്റം. ട്രംപ് നടപ്പിലാക്കാൻ പോകുന്ന മറ്റൊരു ഉത്തരവ് സ്ത്രീയും പുരുഷനും എന്ന 2 ലിംഗങ്ങളെ മാത്രമേ US അംഗീകരിക്കുകയുള്ളൂവെന്നാണ്. സർക്കാർ ആശയവിനിമയം, പൗരാവകാശ സംരക്ഷണം, ഫെഡറൽ ധനസഹായം, ജയിലുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ട്രാൻസ്ജെൻഡർ നയത്തെ ഉത്തരവ് ബാധിക്കുകയും ചെയ്യും. പാസ്പോർട്ട്, വിസ തുടങ്ങിയ ഔദ്യോഗിക രേഖകളെ ഇത് കാര്യമായി തന്നെ ബാധിക്കും. പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്ന് US പിന്മാറുകയും ചെയ്യും. 2017 പാരീസ് ഉടമ്പടിയിൽ നിന്ന് ട്രംപ് പിൻവാങ്ങിയിരുന്നു. 2021 ബൈഡൻ വീണ്ടും പാരീസ് ഉടമ്പടിയിൽ ചേരുകയും ചെയ്തു. രാജ്യത്തിന്റെ എണ്ണശേഖരം കൂടുമെന്ന് വാഗ്ദാനം ചെയ്ത ട്രംപ് ദേശീയ ഊർജ്ജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയുണ്ടായി. 2021 ഡൊണാൾഡ് ട്രംപിന്റെ തോൽവി അംഗീകരിക്കാതെ US ക്യാപിറ്റോളിൽ അതിക്രമിച്ചു കയറിയ 1600 അനുയായികൾക്ക് അദ്ദേഹം മാപ്പ് നൽകുകയും ചെയ്തു. കലാപത്തിൽ അറസ്റ്റിലായവർക്കുള്ള പിന്തുണ ട്രംപ് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ക്യാപിറ്റോൾ കലാപവുമായി ബന്ധപ്പെട്ട രാജ്യദ്രോഹപരമായ ഗൂഢാലോചനയ്ക്ക് ശിക്ഷിക്കപ്പെട്ട തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകളായ ഓത്ത് കീപ്പേഴ്സ്, പ്രൗഡ് ബോയ്സ് എന്നിവയിലെ അംഗങ്ങളുടെ ശിക്ഷയും ട്രംപ് കുറച്ചിട്ടുണ്ട്.